മുൻമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കും. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണത്തിന്റെ ചുമതല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ രൂപീകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ്? ആരായിരിക്കും അന്വേഷിക്കുക? മേൽനോട്ടമാർക്കായിരിക്കും? അക്ഷയ, വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന KSUവിന്റെ പ്രതിഷേധം, ഇതുമായി ബന്ധപ്പെട്ട അന്ന് പോലീസ് വധശ്രമ കേസാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ വധശ്രമ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കേസിലെ പ്രതിയേർക്കപ്പെട്ട KSU നേതാക്കൾ പരാതി നൽകിയിരുന്നു ആഭ്യന്തര വകുപ്പിന്. ഈ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഈ കേസ് തുടരന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ചുമതല നൽകുക. ഇത് സംബന്ധിച്ച് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുക എന്നതൊക്കെ നാളെ അറിയാം. നാളെയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങുക. ആഭ്യന്തരമന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആ നിർദ്ദേശം നൽകിയത്. ഏതായാലും അതിന്റെ നടപടികൾ ആഭ്യന്തര വകുപ്പിൽ പുരോഗമിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരെ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. മാരകായുധങ്ങളുമായി വീണ ജോർജിനെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ കേസ്. അന്ന് സ്പീക്കർ അടക്കം ദൃക്സാക്ഷികളായി ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു. പിന്നീട് അത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഏതായാലും കരിങ്കൊടിയുമായി വന്ന പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ തുടരന്വേഷണം നടക്കാൻ പോകുന്നത്. അക്ഷയ, അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നത്.